പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്കബി. വാഴ്ത്തപ്പെട്ട ആൻ കാത്തലിക് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ. അധ്യായം 61. അരമത്തിക്കാരൻ ജോസഫിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ആൻ കാതറിൻ ഈ അരമത്തിക്കാരൻ ജോസഫ് വസിക്കുന്ന കാരാഗൃഹം കാണാനിടയായി. അരമത്തിക്കാരൻ ജോസഫ് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തീക്ഷ്ണമായിട്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആ ജയിലിലെ മേൽക്കൂര തുറക്കപ്പെട്ടു. ഈശോയെ പൊതിഞ്ഞിരുന്ന ആ ഒരു അരമത്തിക്കാരൻ ജോസഫ് കൊടുത്ത ശീലയുണ്ടല്ലോ, ആ ശീല പിടിച്ചുകൊണ്ട് ഈ രൂപം ആ ശീല ഈ ജയിലറയിലേക്ക് ഇടുകയാണ്. ജോസഫ് തൻ്റെ ഇരു കരങ്ങളും കൊണ്ട് അത് മുറുകെ പിടിച്ചു. ജോസഫിനെ ഈ തേജോമയമായ രൂപത്തിൽ വന്ന വ്യക്തി ജോസഫിനെ ഉയർത്തി. അങ്ങനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ ജോസഫ് വിരുന്നുശാലയുടെ സമീപം എത്തുന്നത് വരെ മതിലിലൂടെ നടന്നു. സിയോൻ്റെ തെക്കേ മതിലിന് അടുത്തായിരുന്നു വിരുന്നുശാല. അവിടെ ഇറങ്ങി അവൻ ആ കെട്ടിടത്തിൻ്റെ വാതിലിൽ മുട്ടി. കതകുകൾ പൂട്ടിയിട്ടിരുന്നു. അപ്പോൾ ജോസഫിനെ കാണാതായതുകൊണ്ട് ഇവരെല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നു. ജോസഫിനെ വെള്ളക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നൊക്കെയൊരു റൂമറും അവിടെ കേട്ടിരുന്നു. അങ്ങനെ ഇവർ വാതിൽ തുറന്നപ്പോൾ വളരെയധികം അവർ സന്തുഷ്ടരായി. പത്രോസിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോഴുണ്ടായിരുന്ന അതേ സന്തോഷമാണ് അരമത്തിക്കാരൻ ജോസഫിനെ കണ്ടപ്പോൾ അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ ജോസഫിന് അവർ അല്പം ലഘുഭക്ഷണം കൊടുത്തു. അതിനുശേഷം തൻ്റെ സ്വന്തം സ്ഥലമായ അരമത്തിയായിലേക്ക് ജോസഫ് പലായനം ചെയ്തു. പിന്നീട് എപ്പോഴെങ്കിലും ജെറുസലേമിലേക്ക് തിരിച്ചു വരാം എന്ന പ്രതീക്ഷയിൽ ജോസഫ് പലായനം ചെയ്തു. ഇതിനുശേഷം ആൻ കാതറിൻ 62-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഈശോ ഉദ്ധാനം ചെയ്ത ദിവസം ആ രാത്രി സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ്. താമസിയാതെ ഞാൻ നമ്മുടെ കർത്താവിൻ്റെ ശവകുടീരം കണ്ടു. അതിനു ചുറ്റും എല്ലാം ശാന്തവും നിശബ്ദവും ആയിരുന്നു. 6 കാവൽഭടന്മാരുണ്ടായിരുന്നു. അവർ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തിരുന്നു. അവരുടെ ഇടയിൽ കാഷ്യസ് ഉണ്ടായിരുന്നു. ധ്യാനത്തിൽ മുഴുകി എന്തോ വലിയ സംഭവം നടക്കുവാൻ പോകുന്നു എന്ന ഒരു രീതിയിലാണ് കാഷ്യസ് അവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 2 മാലാഖമാർ ആരാധനാഭാവത്തിൽ ഈശോയുടെ ശിരസിനരികിലും പാദത്തിനരികിലും നിലയുറപ്പിച്ചിരുന്നു. അവരുടെ ഇരിപ്പ് കാണുമ്പോൾ ആൻ കാതറിൻ ഓർമ്മ വരുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ 2 വശത്തുമുള്ള കിരൂബുകളെയാണ്. അടുത്തതായിട്ട് ആൻ കാതറിൻ കാണുന്നത് നമ്മുടെ കർത്താവിൻ്റെ ആത്മാവ് താൻ മോചിപ്പിച്ചു കഴിഞ്ഞ പൂർവ്വപിതാക്കന്മാരുടെ അകമ്പടിയോടെ പാറയിലൂടെ കല്ലറയിലേക്ക് പ്രവേശിക്കുന്നതാണ്. തൻ്റെ പരിശുദ്ധ ശരീരത്തെ മൂടിയിരുന്ന മുറിവുകൾ ഈശോ അവരെ കാണിച്ചു. അവിടുത്തെ പൊതിഞ്ഞിരുന്ന കച്ച മാറ്റപ്പെട്ടതായിട്ട് ആൻ കാതറിന് തോന്നി. അവരുടെ രക്ഷയ്ക്കായിട്ട് ഈശോ സഹിച്ച സഹനത്തിൻ്റെ ആധിക്യം ഈ ആത്മാക്കളെ കാണിക്കാൻ ഈശോ ആഗ്രഹിച്ചു എന്ന് ആൻ കാതറിന് തോന്നി. അങ്ങനെ ഈശോയുടെ തിരുമുറിവുകൾ ഈ പൂർവ്വപിതാക്കന്മാരെ കാണിച്ചപ്പോൾ അതെല്ലാം സുതാര്യമായിരുന്നു. അങ്ങനെയായിരുന്നു ഈശോയുടെ ശരീരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഓരോ മുറിവുകളുടെയും ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഈ പൂർവ്വപിതാക്കന്മാരെല്ലാവരും കണ്ടു. ഈ കാഴ്ച ഈ പരിശുദ്ധരായ ആത്മാക്കളെ വിസ്മയം കൊണ്ട് നിറച്ചു. ഒപ്പം ആഴമേറിയ അനുകമ്പയുടെ വികാരങ്ങൾ അവരുടെ നയനങ്ങളെ സജലങ്ങളാക്കി. പിന്നെ ആൻ കാതറിൻ കണ്ടത് ഇതെല്ലാം വളരെ രഹസ്യാത്മകമാണ്. അതുകൊണ്ട് ആൻ കാതറിൻ പറയുന്നുണ്ട്, ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇത് പറഞ്ഞു തരുമ്പോൾ അത് രഹസ്യാത്മകമായിട്ടാണ് ആൻ കാതറിൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്ന് കാതറിൻ പറയുന്നുണ്ട്. പിന്നീട് ആൻ കാതറിൻ കാണുന്ന കാര്യം ഈശോ തൻ്റെ പീഡാനുഭവത്തിൻ്റെ മുദ്രകൾ പതിഞ്ഞ തൻ്റെ ശരീരം തൻ്റെ സ്വർഗീയ പിതാവിന് സമർപ്പിക്കുന്നതായിട്ടാണ് ആൻ കാതറിൻ കാണുന്നത്. സിംഹാസനസ്ഥനായ പിതാവ് മാലാഖമാരുടെ അസംഖ്യം സംഘങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർ ആരാധനയുടെയും ആഹ്ലാദത്തിൻ്റെയും സ്തുതിഗീതങ്ങൾ ഒഴുക്കുന്നു. ഈ സമയത്താണ് പാറകൾ മുകൾ മുതൽ അടിവരെ ശക്തമായിട്ട് കുലുങ്ങി. അതിൻ്റെ ഫലമായിട്ട് 3 കാവൽഭടന്മാർ താഴെ വീണു. ബാക്കി 3 പേരും അത്യാവശ്യം ചില സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പട്ടണത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ ഭൂമി കുലുങ്ങിയതാണ് എന്ന് ഇവർക്ക് മനസ്സിലായി. ഇവർ ബോധമറ്റവരെ പോലെ കാണപ്പെട്ടു. ഇപ്രകാരം കമിഴ്ന്നടിച്ച് നിലത്ത് വീണ കാവൽഭടന്മാർ പെട്ടെന്നുണ്ടായ ഈ പ്രകമ്പനം ഭൂകമ്പത്തിൻ്റെ ഫലമാണെന്ന് കരുതി. എന്നാൽ അതെന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാഷ്യസിന് അറിഞ്ഞുകൂടായിരുന്നെങ്കിലും എന്തോ മഹാസംഭവം നടക്കാൻ പോകുന്നെന്ന ഒരു തോന്നൽ അയാൾക്കുണ്ടായി. പട്ടണത്തിൽ പോയിരുന്ന ഭടന്മാർ വേഗം തിരിച്ചെത്തി.
ഈ സമയത്ത് ആൻ കാതറിൻ കാണുന്ന മറ്റൊരു രംഗം, ഭക്തസ്ത്രീകളെല്ലാവരും സുഗന്ധക്കൂട്ടുകൾ തയ്യാറാക്കുകയാണ്. സാബത്ത് ദിവസം ഈശോയുടെ തിരുശരീരത്തിൽ ലേപനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നാളെ രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ പോകണം, കാരണം അവർ ഭടന്മാരെ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഈശോയെ നേരത്തെ കണ്ട ആ ശക്തിയിൽ പരിശുദ്ധ കന്യകാമറിയം ഇവരെ ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ ഭയക്കേണ്ട, അല്പനേരം കിടന്നുറങ്ങ്, അതിനുശേഷം പോകാമെന്ന്. ഇതിന് ശേഷമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തെ ഒരു മാലാഖ വന്ന് വിളിക്കുന്നു. ഈ മാലാഖ പറഞ്ഞത് പ്രകാരം മാതാവ് ആരോടും പറയാതെ മാതാവ് ഈ മാലാഖ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഈശോയുടെ ആത്മാവിനെ പൂർവ്വപിതാക്കന്മാരോടൊപ്പം മാതാവ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈശോയുടെ തിരുശരീരം തേജോമയവും സുന്ദരവുമായിട്ടാണ് കാണപ്പെട്ടത്. എന്നാൽ ജീവനുള്ള ഒരു ശരീരം പോലെയല്ല അത് കാണപ്പെട്ടത്. ആ സമയത്ത് ഈശോ മാതാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഈശോയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അപ്പോഴും ഈശോ ഉദ്ധാനം ചെയ്തിട്ടില്ല. ഈ സമയത്ത് ലിംബോയിൽ ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം മാതാവിനോട് ഈശോ പറയുകയാണ്. അപ്പോൾ ആൻ കാതറിൻ പറയണത്, ഈശോയുടെ ശരീരം തേജോമയവും സുന്ദരവുമായിരുന്നു, എന്നാൽ ജീവനുള്ള ഒരു ശരീരം പോലെയല്ല അത് കാണപ്പെട്ടത് എന്ന് ആൻ കാതറിൻ പറയുന്നു. അപ്പോൾ മാലാഖ പറഞ്ഞ സ്ഥലത്തേക്ക് മാതാവ് പോകുമ്പോൾ ഈശോ പീഡ അനുഭവിച്ച ഓരോ സ്ഥലങ്ങളും ഒരു കുരിശിൻ്റെ വഴി പോലെ മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ സ്ഥലത്തെത്തിയത്. പീലാത്തോസിൻ്റെ അരമന, കയാഫാസിൻ്റെ ഭവനം, അങ്ങനെ ഈശോ വീണ സ്ഥലങ്ങളെല്ലാം പ്രത്യേകം മാതാവ് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ചിട്ടാണ് അവിടെ എത്തിയത്. ആ സമയത്ത് ഈശോ പറഞ്ഞൊരു കാര്യം, മാതാവിനോട് പറഞ്ഞു, ഈശോ ഉത്ഥാനം ചെയ്യും. കാൽവരി മലയിലെ ആ ഗുഹയിൽ ഈശോയെ മാതാവ് വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് ഒരു ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്തിട്ടാണ് ഈശോ പോകുന്നത്. പിന്നീട് ആൻ കാതറിൻ കണ്ടത്, ഈ ഭക്തരായിട്ടുള്ള ഈശോയുടെ കൂടെ വന്ന ഈ 100ഓളം ഈ പൂർവ്വപിതാക്കന്മാരുടെ ആത്മാക്കൾ കുരിശിൻ്റെ വഴി നടത്തുന്നതായിട്ടാണ് ആൻ കാതറിൻ കാണുന്നത്. ഇനി 63-ാം അധ്യായത്തിൽ ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ചാണ് ആൻ കാതറിൻ കാണുന്നത്. യോദ്ധാക്കളുടെ വസ്ത്രം ധരിച്ചിരുന്ന മാലാഖമാരുടെ മധ്യേ ഞാൻ നമ്മുടെ കർത്താവിൻ്റെ ആത്മാവിനെ കണ്ടു. അത് മധ്യാഹ്ന സൂര്യനെ പോലെ ഉജ്ജ്വലവും പ്രകാശമാനവുമായിരുന്നു. അത് പാറയെ തുളച്ച് തിരുശരീരത്തെ സ്പർശിച്ച് അതിനുള്ളിലേക്ക് കടന്നു. രണ്ടും ഉടനടി യോജിപ്പിക്കപ്പെട്ട് ഒന്നായി തീർന്നു. അപ്പോൾ അവയവങ്ങൾ ചലിക്കുന്നതായി ഞാൻ കണ്ടു. തൻ്റെ ആത്മാവിനോടും ദൈവതത്വത്തോടും വീണ്ടും യോജിപ്പിക്കപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ ശരീരം ഉണരുന്നതും അതിനെ പൊതിഞ്ഞിരുന്ന കച്ച ഒഴിവാക്കപ്പെടുന്നതും ഞാൻ കണ്ടു. ഗുഹ മുഴുവനും പ്രകാശപൂരിതമായിരുന്നു. അതേ നിമിഷത്തിൽ കല്ലറയുടെ അടിയിലുള്ള മണ്ണിൽ നിന്നും ഒരു ഭീകര സത്വം ആവിർഭവിക്കുന്നത് ഞാൻ കണ്ടു. അതിനൊരു സർപ്പത്തിൻ്റെ വാലുണ്ടായിരുന്നു. ഈശോയെ ആക്രമിക്കാൻ ആഗ്രഹിച്ചാൽ എന്ന പോലെ അത് അതിൻ്റെ തീ തുപ്പുന്ന ശിരസ് അഹങ്കാരത്തോട് ഉയർത്തി. നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ വലിയൊരു കൊടി പിടിച്ച വെള്ള നിറമുള്ള ഒരു ദണ്ഡ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഈ വികൃത സത്വത്തിൻ്റെ തലയിൽ തൻ്റെ പാദം ഉറപ്പിച്ചിട്ട് തൻ്റെ വടി കൊണ്ട് 3 പ്രാവശ്യം അതിൻ്റെ വാലിനെ പ്രഹരിച്ചു. അതിനുശേഷം ആ സത്വം അപ്രത്യക്ഷമായി. പരിശുദ്ധ കന്യകാമറിയം ഈശോയെ പ്രസവിച്ച സമയത്ത് ഈ സർപ്പം സ്വയം ഒളിച്ച് ഇരിക്കുന്നതും ഏദൻ തോട്ടത്തിലുള്ള സർപ്പത്തിന് സമാനമായൊരു സർപ്പമാണ് ഇത് എന്നും ആൻ കാതറിൻ പറയുന്നത്. എന്നാൽ ഏദൻ തോട്ടത്തിലെ സർപ്പത്തിന് കൂടുതൽ ഭയാനകമായ രൂപമായിരുന്നു എന്ന് ആൻ കാതറിൻ പറയുന്നു. നമ്മുടെ കർത്താവിൻ്റെ മഹതീകൃതമായ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നതാണ് അപ്പോൾ ഞാൻ കണ്ടത്. കടുത്ത പാറയിലൂടെ അത് അനായാസമായി കടന്നു. ഭൂമി കുലുങ്ങി. യോദ്ധാവിൻ്റെ വേഷത്തിലുള്ള ഒരു മാലാഖ മിന്നൽ പിണരിൻ്റെ വേഗത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി കല്ലുയർത്തി വലത്തുവശത്ത് വെച്ചു. എന്നിട്ട് മാലാഖ അതിന്മേൽ ഇരുന്നു. ഭയങ്കരമായ ഈ കാഴ്ച കണ്ട ഭടന്മാർ നിലത്തു വീണു ജീവനില്ലാത്തവരെ പോലെ അവിടെ കിടന്നു. കല്ലറയെ പ്രകാശമാനമാക്കിയ ഉജ്ജ്വല വെളിച്ചം കണ്ടപ്പോൾ കാശ്യസ് തിരുശരീരം വെച്ചിരുന്ന സ്ഥലത്തെത്തി. അതിനെ പൊതിഞ്ഞിരുന്ന ലിനൻ തുണികൾ കാണുകയും അവയെ സ്പർശിക്കുകയും ചെയ്തു. കാശ്യസ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ പീലാത്തോസിന് വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ അല്പനേരം അവിടെ നിന്നു. കാരണം ലിനൻ തുണി കണ്ടു, തൊട്ടു. ഗുഹയിൽ കല്ലറയ്ക്കുള്ളിൽ ആരുമില്ല. മാലാഖ കല്ലുരുട്ടി ആ കല്ലിന് മുകളിൽ ഇരിക്കുന്നതും കാശ്യസ് കണ്ടു. പക്ഷേ ഈശോയെ കണ്ടില്ല. കാരണം ഈശോ ഈ സമയത്ത് കാൽവരിയിൽ തൻ്റെ അമ്മയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ആൻ കാതറിൻ കണ്ടത്. ഈശോയുടെ ശരീരം സുന്ദരവും ഭാരം കുറഞ്ഞതുമായിരുന്നു.
അതിൻ്റെ സൗന്ദര്യം ഒരു സ്വർഗീയ സത്യയുടേത് പോലെയായിരുന്നു. അവിടുന്ന് വലിയൊരു മേലങ്കി അണിഞ്ഞിരുന്നു. തിളങ്ങുന്ന വെണ്മയാർന്ന ആ വസ്ത്രം വായുവിൽ ഒഴുകുന്നത് പോലെ കാണപ്പെട്ടു. ഓരോ കാറ്റിലും അത് മുന്നോട്ടും പിന്നോട്ടും ചലിച്ചു. സൂര്യകിരണങ്ങൾ അതിൽ പതിച്ചപ്പോൾ 1000 ജ്വലിക്കുന്ന വർണ്ണങ്ങൾ പ്രതിഫലിച്ചു. അവിടുത്തെ വലിയ തുറന്ന മുറിവുകൾ പ്രകാശത്തോടെ തിളങ്ങി. ആ മുറിവുകളിൽ നിന്നുള്ള പ്രകാശം അകലെ നിന്ന് പോലും കാണാമായിരുന്നു എന്ന് എൻകാദരം പറയുന്നു. പൂർവ്വപിതാക്കന്മാരുടെ ആത്മാക്കൾ രക്ഷകൻ്റെ അമ്മയുടെ മുൻപിൽ തല കുനിച്ചു. ഈശോ തൻ്റെ പുനരുദ്ധാനത്തെപ്പറ്റി മാതാവിനോട് സംസാരിച്ചു. ഈ സമയത്ത് ജെറുസലേമിൻ്റെ ആകാശത്തിൽ പ്രകാശമാനമായ വലിയ ഒരു അടയാളം കാണപ്പെട്ടു.